ആണല്ലേ, മനസ്സിന്റെ ബാക്കിലുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാ. ഒന്ന് ഇപ്പം കുറച്ചായിട്ട് കാലിക്കറ്റ് നല്ല നല്ല ടൈറ്റ് ഇതാണ്. ഇറങ്ങാൻ വേണ്ടിട്ട് കയറുന്നതാണോ ഇറങ്ങുന്നതാണോ എളുപ്പം? കയറുന്നതാണ് എളുപ്പം. ഇറങ്ങുമ്പോൾ എനിക്ക് സ്റ്റെപ്പൊന്നും കാണുന്നില്ല. ബട്ട് ഒരു ദിവസം ഞാനിത് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി വിളിക്കുന്നതാണ്. 365 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 365 സ്ക്വയർ ഫീറ്റ്. നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഓടുന്നുണ്ട്. നമുക്ക് 6 hours അതുപോലെ തന്നെ 70 കിലോമീറ്റേഴ്സാണ് റേറ്റ് വരുന്നത്. ഓൾ കേരള നമ്മൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഓൾ കേരള ഇപ്പോൾ ഔട്ട് ഓഫ് കേരളയും വരുന്നു. ഇവർക്ക് ഔട്ട് ഓഫ് കേരളയും വന്നിട്ടുണ്ട്. റേറ്റ് നമ്മൾ പെർ ഡേ ആണെങ്കിൽ 20-25,000 ആണ് വരുന്നത്. പിന്നെ ഡേയ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഡേ ബേസിലാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ഇവരുടെ ഒരു റേറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും ഇവരെ എന്താ പറയുക കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ റേറ്റാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബ്ലോക്കായാലും എന്തായാലും ഈ വണ്ടിയുടെ ഒരു ലെങ്ത് കാരണം എവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇത് കണ്ടിട്ട്. കാരണം ഇതിന് പൊതുവെ ഹൈറ്റ് എല്ലാം ഭയങ്കര കൂടുതലായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു പേപ്പറിലോ മറ്റൊരു വലിയൊരു സപ്പോർട്ട് കൊടുക്കുക അവർക്ക്. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത്രയും വലിയൊരു ഇതാവുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കുറച്ചും കൂടി വ്യൂ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വീഡിയോ നോൺ പ്ലേ ചെയ്യും. ഇത് നമ്മുടെ കേരളത്തിലെ ഇത്ര വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് വണ്ടി ഫസ്റ്റ് ടൈമാണ് ലോഞ്ച് ആവുന്നത്. ഇങ്ങനത്തെ വണ്ടി ഉണ്ട്, ബട്ട് എല്ലാം ഇത്രയും തോന്നുന്നു ഇത്ര വലിപ്പമല്ല, എല്ലാം കുറച്ച് ചെറുതാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുതായിട്ട് ഒന്ന് ലോഞ്ച് ചെയ്യുന്നത്. ഇന്നലെ ചെയ്യല്ലേ അവർ റെഡിയാക്കില്ല. ആ കാർ യൂസ് ചെയ്യാറുണ്ട്. ഹെവി ലൈസൻസ് എടുത്തിട്ടില്ല, എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് ബസ്സൊന്നും ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങളുടെ നാട്ടിലൂടെ ആളുകളെയും കൊണ്ടിട്ടുള്ള ഒരു ബസ് ഓടിച്ചു പോകുകയെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈസൻസ്. മീൻസ് എവിടെയും കണ്ടിട്ടുണ്ടോ ഇതേ ഒരു ടൈപ്പ്? ചെറുതുണ്ട്, മീൻസ് ഇത്ര വലുത് കണ്ടിട്ടില്ലല്ലോ. ആ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇപ്പം നമ്മുടെ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞ പാട് ഇപ്പം തമിഴ് പാടാണ്. അത് നമ്മുടെ വിജയിയുടെ ആ സെയിം പ്രൊഡക്ഷൻ്റെ ഒരു മൂവിയാണ് വരുന്നത്. നമ്മളുടെ ഓൺ പ്രൊജക്റ്റ് ഉണ്ട് അത്, ബട്ട് എന്താ വെച്ചാൽ ഒന്ന് ലാഗ് ആയിട്ടുണ്ട്. അതിപ്പം ഓഗസ്റ്റിലോട്ടായിരിക്കും അത്. അത് തമിഴില്ല, അതുകൊണ്ട് പിന്നെ തമിഴ് ചെയ്യുന്നു. കൂടുതലും തമിഴിലാണ് ഓഫർ വരുന്നത്. യെസ്, തമിഴിലാണ് അധികം ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. ആ ഇപ്പോൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തമിഴ്. അത് അവർ അനൗൺസ് ചെയ്തില്ല. അപ്പം അവരതൊരു വലിയൊരു ഇവൻ്റായിട്ട് അനൗൺസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആഫ്റ്റർ ഇലക്ഷനാണ് എന്തായാലും എടുക്കുന്നത്. എങ്ങനെ? ആ യെസ്, 4-ാം തീയതിക്ക് ശേഷം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്.
ഏതാണ് ഇതാണ് ഇതിലും ഇത്ര ഒരു വലിയൊരു വണ്ടി ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഉണ്ട്, ഇതിൽ ഓൾറെഡി ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ചെയ്യാം. അല്ല, ഇവർ കേരളത്തിലല്ലല്ലോ, നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ചെയ്യുന്നത്. ഓൾ ഇന്ത്യയാണ്. ഇവർ ഓൾ ഇന്ത്യ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്ക് ഞാൻ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ കേരളയല്ല, ഇവർക്ക് തമിഴ്നാട് കർണാടകയിൽ നിന്നൊക്കെ ഇവർക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു വെഹിക്കിൾ ആയത് കാരണമാണ് തോന്നുന്നത്. കാരണം അധികം എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് ചെറിയ ടൈപ്പാണല്ലോ, സോ അതുകൊണ്ടായിരിക്കണം തോന്നുന്നു എനിക്ക്. ഇപ്പം കേരളത്തിൽ ഒരു വലിയൊരു സപ്പോർട്ട് കൊടുക്കുക അവർക്ക്, അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായും കാരണം ഇത്രയും വലിയൊരു ഇതാവുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി വ്യൂ, എനിക്ക് തോന്നുന്നു വ്യൂ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതിനെപ്പോൾ തന്നെ നിങ്ങൾ നോക്കുന്നത് വേറെ എന്തെങ്കിലും വീഡിയോ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു വീഡിയോ നോട്ട് പ്ലേ ചെയ്യും. ആക്ച്വലി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ഇവരുടെ ഒരു റേറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും ഇവരെ എന്താ പറയുക കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ റേറ്റാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബ്ലോക്കായാലും എന്തായാലും ഈ വണ്ടിയുടെ ഒരു ലെങ്ത് കാരണം എവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇത് കണ്ടിട്ട്. കാരണം ഇതിന് പൊതുവെ ഹൈറ്റ് എല്ലാം ഭയങ്കര കൂടുതലായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു പേപ്പറിലോ മറ്റായിട്ട് തോന്നുന്നു. യെസ്, അതെ. വേറെ മറ്റേ നമ്മളിപ്പോൾ ചെറിയൊരു പീസ് പേപ്പറിലായാലും ശരി, കുഞ്ഞു പീസ് നമ്മളിപ്പോൾ കൊടുക്കുന്ന സമയത്ത് അതൊരു വലിയൊരു എക്സ്പെൻസ് ആയിട്ടാണല്ലോ വരുന്നത്. അതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട പോലെ ഇതൊക്കെ വലിയ സ്ക്രീനിലായതുകൊണ്ട്. യെസ്, അതെ അതെ. ഒന്ന് കട്ട് ചെയ്യോ? പ്രത്യേകിച്ച് ഒരു സീക്രട്ടും ഇല്ല, അതങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു മാത്രമേ. ആണോ? താങ്ക് യു സോ മച്ച്. ഇത് ജന്മനാളാണോ? ജന്മനാ. അയ്യോ, ഇത് വെപ്പൊന്നുമല്ല, അത് ജന്മനാളുള്ള ഹെയർ തന്നെയാണത്. ആരെയും ചോദിക്കാറുണ്ടോ ഇതിനെ പറ്റി? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പക്ഷെ എനിക്ക് തോന്നി ഇതിലും ലെങ്ത് ഹെയറുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മൾ ലെങ്ത്തും നല്ല ലെങ്ത്തിനും തോന്നുന്ന ആളുകളുണ്ട്. യെസ്, അതെ. അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രയില്ലേ. അല്ല, ഇൻസ്റ്റയിലെല്ലാം ഒരുപാട് പേരുണ്ടല്ലോ നല്ല ലെങ്ത് ഹെയർ ഉള്ളത്. പക്ഷേ ഈ നടിമാരിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു വിഷയമുണ്ടല്ലോ, ഷിയാസ് കരീമിന്റെ. എന്താണ് ഇപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്താണ് ആ ഒരു സംഭവം കേട്ട് തോന്നുന്നത്? ആക്ച്വലി ഞാൻ മീഡിയയിലാണ് ആ ന്യൂസിനെ പറ്റി കണ്ടത്. എനിക്കതിനെ പറ്റി കറക്റ്റ് ഒന്നും അറിയില്ല. ഞാൻ പിന്നെ എന്താ അഭിപ്രായം പറയാൻ അതിൽ? അത് എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയേണ്ടത്. കാരണം എനിക്ക് അറിയാത്തൊരു സംഭവമാണല്ലോ അത്. ഞാൻ ജസ്റ്റ് മീഡിയയിൽ ആ ന്യൂസ് കണ്ടു. കാരണം എനിക്ക് തോന്നുന്നു ഒരാളുടെ സൈഡിലുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ, മറ്റേയാളുടെ സൈഡത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ടില്ലായിരുന്നു. ഷിയാസ് കരീമിനെ നേരിട്ട് അറിയില്ല അല്ലേ? അറിയോ? 1-2 പ്രാവശ്യം കണ്ടു, പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിൽ എന്താ തോന്നുന്നത്? അങ്ങനെ ഒരു വലിയൊരു തെറ്റ് ചെയ്യും തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ കാണുന്നൊരു എന്താ പറയുക, മീൻസ് ആളെ ഉദ്ദേശമായിട്ടല്ലോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാവില്ല 2 ക്യാരക്ടർ. ബട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിക്കറിയില്ല എന്താ സംഭവം. ഞാൻ പറഞ്ഞില്ല, ഒരു ഇത് കണ്ടു, എന്താ ഒരു ന്യൂസ് കണ്ടു. ആ ന്യൂസ് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുമ്പും അവരെ പറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അറിയില്ല. എനിക്കറിയാത്തത് കൊണ്ടാണ്. മീൻസ് അറിയാത്തൊരാളെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ.